അങ്ങനെ കൊച്ചിയിൽ നിന്നും യാത്ര പുറപ്പെട്ടു. എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഇനി ഞാൻ ഫ്ലൈറ്റിനായി കാത്തിരിക്കുകയാണ്. കേരളത്തിലെ പല പല ജില്ലകളിൽ നിന്നും ഒരുപാട് യാത്രക്കാർ പല ട്രാവൽ ഏജൻസി വഴി ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരുടെ ലക്ഷ്യവും ഒന്ന് തന്നെ, മലേഷ്യ. ഫ്ലൈറ്റിലേക്ക് കയറുന്ന യാത്രക്കാരെ വെൽക്കം ചെയ്യുകയാണ് എയർ ഹോസ്റ്റസ്. വിൻഡോ സീറ്റായിരുന്നു എൻ്റെ. tujuan ke Kuala Lumpur, Malaysia. Terima kasih. കൊച്ചിയിൽ നിന്നും ഏകദേശം ഒരു 4-4.5 മണിക്കൂറുള്ളൂ നമുക്ക് കോലാലംപൂർ എയർപോർട്ടിലോട്ട്. ഇവിടെ വെച്ച് പരിചയപ്പെട്ട പുതിയൊരു സുഹൃത്താണ് തസ്ലിം. ഇമിഗ്രേഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ സിം എടുക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു. ഹോട്ട്ലിങ്സിൻ്റെ സിം കണക്ഷനാണ് ഞങ്ങൾ എടുത്തത്. ഏകദേശം 2400 റിംഗറ്റ്സ് ആയിരുന്നു ഒരാഴ്ചത്തേക്കുള്ള ടോപ്പ്. എയർപോർട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം ബസ് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള ബസ് എത്തിയിരിക്കുന്നു. ഇപ്പം എല്ലാവരും ബസ്സിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. മധുമിതയാണ് ഞങ്ങളുടെ ട്രാവൽ ഗൈഡ്. മധു മലേഷ്യയെക്കുറിച്ച് ഘോരഘോരമായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എയർപോർട്ടിൽ നിന്നും സിറ്റിയിലേക്ക് കുറച്ച് അധികം ദൂരമുണ്ടെന്നാണ് തോന്നുന്നത്. എയർപോർട്ടിൽ നിന്നും നമുക്ക് ആദ്യം കാണാവുന്നത് ഗ്രാമത്തിലെ കാഴ്ചകളാണ്. പിന്നീട് മെല്ലെ മെല്ലെ സിറ്റിയുടെ കാഴ്ചകൾ വന്നു തുടങ്ങിയാണ്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ത്രജയ അല്ലെങ്കിൽ പിങ്ക് മോസ്ക് ആണ്. മനുഷ്യനിർമ്മിത പുത്രജയ ലേക്കിനോട് അടുത്തായിട്ടാണ് ഈ മോസ്ക് നിലനിൽക്കുന്നത്. എയർപോർട്ടിൽ നിന്നും നമ്മുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന ലിറ്റിൽ ഇന്ത്യയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ പുത്രജയ എന്ന ഈ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് സമയം അവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ ലിറ്റിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നമുക്ക് കാണാം ആനന്ദ് ഭവൻ ഹോട്ടൽ. ലിറ്റിൽ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല ഹോട്ടലിലും ഷോപ്പിലുമെല്ലാം തമിഴാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഹോട്ടൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാനും തസ്ലീമും ഹാപ്പിയായിരുന്നു. ഇനി
റെസ്റ്റ് എടുത്ത ശേഷം അടുത്ത കാഴ്ചകളിലോട്ട് നമുക്ക് കടക്കാം.